ദേവരാജന്റെ ആകുലതകൾ. രചന സാക്ഷാത്കാരം ഡോക്ടർ മുരളീകൃഷ്ണൻ നമ്പ്യാർ, ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ, ഡോക്ടർ ജിമ്മി സി നമ്പ്യാർ. സോറി ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാണ്. ഡോക്ടർ ജിമ്മി സി ജോൺ. സംവിധാനം ഡോക്ടർ സി വി രഞ്ജിത്ത്. ഇതാ ദേവേന്ദ്രന്റെ ആകുലതകൾ തുടങ്ങുകയായി. ഹലോ, എടാ ഞാനാ ശശാങ്ക്, അസുരോഗത്ത് നിന്റെ ചങ്ങായി. ശശാങ്ക എന്തല്ലാന്ന്? നീ എവിടെയുള്ളേ? ഞാൻ ദേവലോകത്ത് തന്നെ ഉള്ളത്. പിന്നെ നീ എന്റെ ചങ്ങായി ആയോണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിളിച്ചാ. എന്നാ ശശാങ്ക പറ. അതായത് നിങ്ങളെ വടക്കേ അതിർത്തി ചിലപ്പോ നമ്മൾ അസുരന്മാര് കയ്യേറാനുള്ള സാധ്യത ഉണ്ട് കേട്ടാ. നീ ഇതുവരായിട്ടും പറയല്ലേ. അയ്യോ ശശാങ്ക, നീ 2 ദിവസം കൈയിട്ട് എന്നിട്ട് കയ്യേറി. ഇപ്പം കയ്യേറില്ല പ്ലീസ്. അല്ല, ഞാൻ ഇത് നിന്നോട് പറഞ്ഞാ, നീ വേറെ ആയിട്ടും പറയണ്ട കേട്ടാ. നമ്മൾ ചങ്ങായി ആയോണ്ട്. പിന്നെ വൈകുന്നേരം കാണാ. മറ്റേ സാധനം ഉണ്ടല്ലേ കേട്ടാ. ഓക്കെ ഓക്കെ. എന്റെ അപ്പോ അടുത്ത ഭാഗം ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഞാനിപ്പോ എന്താ ഈ രാജാവാണെങ്കിലും എന്തൊരു കഷ്ട. ഇയാൾക്ക് ഒരു ശ്രദ്ധയുമില്ല. എപ്പോ നോക്കുമ്പോ പാട്ടും കൂത്തും മദ്യപാനും. ഇതൊക്കെ ആലോചിക്കുമ്പോ മനസ്സിലൊരു തോന്നല്, അസുരന്മാരുടെ ഭാഗത്തേക്ക് കൂറുമാറിയാലോന്ന്. ഇത്രയും സമയമായിട്ട് പോലും കൊട്ടാരത്തിൽ വന്നിട്ടില്ല. പള്ളി ഉറക്കാണത്രേ, പള്ളി ഉറക്കം. ഒടുക്കത്ത ഉറക്കം. അയ്യോ വരുന്നുണ്ടല്ലോ. മഹാരാജാവായ ദേവേന്ദ്രിത എഴുന്നള്ളുന്നേ. ആരിവിടെ? നമ്മുടെ കൊട്ടാര നർത്തകന്മാരായ രംഭയും തിലോത്തമയും ഇവിടെ വരാൻ പറയൂ. അവരെ ഒരു ഡാൻസ് കണ്ടാലേ എനിക്കൊരു ഉഷാറ് വരൂ. വിളിക്കടാ. മഹാരാജൻ, ഇത് വിനോദത്തിനുള്ള സമയമല്ല. ഇവിടെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. സർവം കുഴപ്പമാ. പ്രശ്നങ്ങൾ അവിടെ നിക്കട്ടടാ. ആദ്യം രംഭയെ വിളിക്ക്. അവരെ ഡാൻസ് കണ്ടാലേ എനിക്കൊരു ഉന്മേഷം വരൂ. വിളി. വിളിക്കാം. രംഭയും തിലോത്തമയും വരൂ. പഴയ പാട്ടൊക്കെ മാറ്റടാ. പുതിയ നൂജൻ പാട്ട് വെക്ക്. എന്നാലല്ലേ ഒരു ഉഷാറുണ്ടാവൂ. വെക്കടാ. എങ്കിൽ പുതിയ പാട്ട് വരട്ടെ.
ഇപ്പോഴാ ഒരു ഉന്മേഷം ഉണ്ടായത്. ഇനി പറ, എന്താ ഇവിടുത്തെ പ്രശ്നം? ദേവരാജൻ, ഉന്മേഷവും ഉല്ലാസവും കഴിഞ്ഞ് നടന്നാ മതിയോ? ഇവിടെ അസുരന്മാർ കേറി നിരങ്ങുവാ. പേടിപ്പിക്കലടാ, നീ കൃത്യമായി ഒന്ന് പറ. തെക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും മത്സ്യന്മാർ നമ്മുടെ അതിർത്തി കയറിയിട്ടുണ്ട്. ഇനിയും കയ്യേറാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പറയൂ, എന്താണ് അടുത്ത പ്രശ്നം? പ്രഭോ, ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ട് നൂറ്റാണ്ടുകളായി. വോട്ടർ പട്ടിക പോലും ഇവിടെ ഇല്ല. പിന്നെയും ഒരുപാട് നൂലാമാലകൾ വേറെയും. അങ്ങനെയാണെങ്കിൽ എന്താ ഇതിനൊരു പോംവഴി? പ്രഭോ, എനിക്കൊരൊറ്റ വഴിയേ തോന്നുന്നുള്ളൂ. നമ്മുടെ ദേവഗുരുവിനെ വിളിക്കാം. ഓഹോ, എങ്കിൽ ദേവഗുരുവിനെ വിളിക്കോ. അല്ല, ഇതാരാ വരുന്നത്? ഓ, ദേവഗുരുവായ ബൃഹസ്പതിയല്ലേ വന്നാലും. ഗുരു, ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളാ. എല്ലാ പ്രശ്നങ്ങളും കൊണ്ട് ഞാൻ പെട്ടിരിക്കുക. മനസ്സിലായി. ഒന്നും ഇങ്ങോട്ട് പറയണമെന്നില്ല. എല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിർത്തി കയ്യേറ്റം, തിരഞ്ഞെടുപ്പ് പ്രശ്നം, ഇതൊക്കെയല്ലേ പ്രശ്നങ്ങൾ? അതെ ഗുരു, ഇതൊക്കെ ഒന്ന് പരിഹരിച്ചു തരണം. എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാ മതി. അതിർത്തി തർക്കവും തിരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ ഒരു കൂട്ടം മനുഷ്യരുണ്ട് താഴെ ഭൂമിയിൽ. അതാരാണെന്ന് പറഞ്ഞാലും ഗുരുദേവാ. നോ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കണം. അങ്ങ് ഭൂമിയിൽ കേരളത്തിലെ കണ്ണൂർ IMA ആൾക്കാർ നേരിട്ട അഗ്നിപരീക്ഷകൾ ഈ പ്രപഞ്ചത്തിൽ ഒരാളും നേരിട്ടിട്ടുണ്ടാവില്ല. അവിടെ പോയി അവരിൽ നിന്നും പാഠം പഠിക്കണം. ഞാനും കേട്ടിട്ടുണ്ട് കണ്ണൂർ IMA കുറിച്ച്. നീ കേട്ടെന്നോ? എന്താ കേട്ടത്? സ്ത്രീകൾക്ക് അവിടെ വലിയ വിലയാണ്. ഇവിടെ കണ്ണൂർ IMA ആണുങ്ങളെക്കാൾ സ്ത്രീകളാണ് ശക്തർ. IMA വുമൺസ് വിങ് ലത, ദീപ്തി, സപ്ന, ബീന ഇവരൊക്കെ ഗംഭീരമാക്കുന്നുണ്ട് അവിടെ. ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? ഒന്ന് പോടി. ഇത് തന്നെയാ പറഞ്ഞത്. ദേവേന്ദ്രൻ ഉടൻ തന്നെ കണ്ണൂരേക്ക് പുറപ്പെടാൻ തയ്യാറായിക്കൊള്ളുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പറഞ്ഞാലും ദേവഗുരു. വിളവന്മാരാണ് കണ്ണൂർ IMAക്കാർ. കണ്ടാൽ തോന്നില്ലെങ്കിലും അതിബുദ്ധിമാന്മാർ, കുരുക്കനേക്കാൾ കൗശല്യക്കാർ. സൂക്ഷിക്കണം. എന്നാ നമുക്ക് വേഗം പോകാം. അല്ല രാജൻ, ഐരാവതത്തെ തയ്യാറാക്കട്ടെ. വേണ്ട വേണ്ട, ഞാൻ മാത്രം മതി. നീ ഇവിടുത്തെ കാര്യമൊക്കെ നോക്ക്. വേറൊരു കാര്യം ഞാൻ പ്രത്യേകം പറയാം. ഞാനില്ലാത്തപ്പോ ദേവശ്രീകളോട് അധികം കിന്നരിക്കാനൊന്നും നിൽക്കണ്ട, മനസ്സിലായോ? അല്ല, കണ്ണൂരിലെ IMA തരുണീമണികളെ കാണുമ്പോ അങ്ങയുടെ ഹൃദയം തരളിതമാകുമോ എന്നാണ് എന്റെ ഭയം. പറയാനുള്ളത് നോ പറഞ്ഞു, ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെട്ടാലോ? നമുക്കോ? ഞാനല്ലേ പോകുന്നുള്ളൂ. നീ എന്റെ കണ്ണട എടുക്കടാ. ഞാൻ കണ്ണട എടുക്കാൻ മറന്നു. പിന്നെ ദേവേന്ദ്ര, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ? പറഞ്ഞോളൂ. കയ്യിലൊരു വടി കരുതിക്കോ. എന്തിനാടാ വടി? കണ്ണൂര് കാല് കുത്തിയ നായ്ക്കളുടെ ശല്യം. കടി കിട്ടാതെ രക്ഷപ്പെടണമെങ്കിൽ വടി എടുക്കണം. ഇത് മൊത്തത്തിലൊരു ചൊറയായല്ലോ. നീ എന്തായാലും ഒരു കാര്യം ചെയ്, ഇൻഡിക്കോ ബുക്ക് ചെയ്യടാ. വിമാനത്തിൽ തന്നെ കണ്ണൂർ ചെന്ന് ഇറങ്ങാം. ഇൻഡിക്കലൊന്നും പോവാൻ പറ്റൂല. ഇൻഡിക്കോ വിമാനമൊക്കെ ഇടക്കിടക്ക് നിർത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇൻഡിക്കയിൽ പോവാൻ പറ്റൂല. എങ്കിലൊരു കാര്യം ചെയ്, ഐരാവതം എങ്കിൽ ഐരാവതം. എന്തായാലും വിമാനത്തിൽ പോകുന്നതിനേക്കാൾ സുഖം ഈ ഐരാവതത്തില. മറ്റുള്ള ആളുടെ ശല്യമൊന്നുമില്ലല്ലോ. ഓഹോ, അയ്യോ ഇൻഡിക്കോ മടങ്ങിക്കോ. അയ്യോ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അവിടെ പാലം, ഇവിടെ പാലം, അവിടെ കുഴി, ഇവിടെ വാഹനം. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാനിതിപ്പോ എവിടെയാ? അയ്യോ, ബോംബ് പൊട്ടി.
ഇപ്പൊ പിടികിട്ടി, ഇത് കണ്ണൂർ തന്നെ. ആ സാർ ഇപ്പൊ വരും. പേഷ്യന്റ് നോക്കുന്നത് കൂടാതെ IMA പ്രസിഡന്റിന്റെ പണി ഇവിടെ തന്നെ. ഈ IMAക്ക് വേറെ ഓഫീസൊന്നുമില്ലേ? അതും എൻ്റെ തലയിൽ. കൂടാതെ പുതിയ ഒരുത്തിയും AI ആണത്രേ. അതില്ല, നടക്കില്ല. ആ ബിൽഡിംഗ് ഫണ്ടും ബ്രാഞ്ച് കോൺട്രിബ്യൂഷൻ തരാതെ ഇതൊന്നും നടക്കില്ല. NOC കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ആ ശരി ശരി ശരി. ഗുഡ് മോർണിംഗ് സർ. ആ ഗുഡ് മോർണിംഗ് സിസ്റ്റർ. നമ്മുടെ പുതിയ ആൾ റോസി എവിടെ? ഓ, അതിന് പേര് കിട്ടോ? പേരിട്ടു, റോബോട്ടിക് സിസ്റ്റർ റോസി. വേഗം കൊണ്ടുവരൂ. Good morning. Good morning, doctor. You are late by 10 minutes. Your blood alcohol level is high today also. ശരി ശരി. ആ ഓക്കെ, ആദ്യത്തെ പേഷ്യനെ വിളിച്ചേ. ടോക്കൺ നമ്പർ 1 മാധവ പൊതുവാൾ. പേര് മാധവ് പൊതുവാൾ അല്ലേ? നമ്മുടെ ബാലകൃഷ്ണ പൊതുവാളിന്റെ ആരെങ്കിലും ആണോ? Madhav Pudwal is from Kannur. He is not related to Dr. Balakshna Pudwal, who is from Ramantalli. ശരി ശരി. ആ എന്താ പൊതുവാളിന്റെ പ്രശ്നം? വയ്യ, കുറച്ചു നാളായി നെഞ്ചിലൊരു വിലക്കം, വയറ്റിലൊരു കാളൽ. The symptoms suggest possibilities of acute MI, pancreatitis, dissecting aortic aneurysm, diurnal ulcer, perforation, cholecystitis, or even pneumonia. He'll require immediate admission in ICU. ശരി ശരി, ഞാൻ നോക്കട്ടെ. അതെ, അവിടെ തന്നെയാ. എന്താ എനിക്ക് ദാ കുറച്ച് താഴോട്ട്, അവിടെ മുകളിലോട്ടാ ഡോക്ടറെ, ഇവിടെ. ഞാനൊരു മരുന്ന് തരാം, ഒരാഴ്ച കഴിഞ്ഞ് വരണം. ഓക്കെ? ഓ, സമാധാനായി, ഞാൻ കഴിച്ചോളാം. അപ്പോ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ സാറേ? ഈ പെണ്ണും പിള്ള ഇംഗ്ലീഷ് എന്തൊക്കെയോ പറയുന്ന കേട്ട് ഞാൻ വല്ലാതെ പേടിച്ചു. ഏയ് പേടിക്കണ്ട പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാ പോയിട്ട് പിന്നെ വരാം. പേരെന്താ? അല്ല, ഇയാളെന്താ ഒന്നും മിണ്ടാത്ത്? ഡോക്ടറാണ് പോലും മിണ്ടുന്നില്ലല്ലോ. അല്ല, നിങ്ങളുടെ പേരെന്താന്ന്? അല്ല, നമ്മളെ പേരാ. നിങ്ങൾ ഉറക്കെ ചോദിക്കണ്ടേ? നമ്മളെ പേരാണ് അന്ത്രമാൻ. ഓക്കെ, അന്തർമാൻ എന്താ അസുഖം? അല്ല, അതിന് നമ്മള് നേരത്തെ പറഞ്ഞേ കേൾക്കുന്നില്ല, കേൾവിക്കുറവ്, പിന്നെ ഇടക്കിടക്ക് തലകറക്കം, പിന്നെ കുറച്ച് ഓർമ്മക്കുറവ്, ഇത്രേ ഉള്ളൂ. His symptoms suggest of a brain tumor, intracranial bleeding, Alzheimer's disease, or even meningitis. He will require immediate admission and CT head and MRI with angioprotocol. He will need an emergency craniotomy and ventilator support if the scan shows any mass lesion or a bleeding. ഇത് കൊണ്ടുവന്ന പ്രശ്നമല്ലോ. സിസ്റ്ററെ, അത് ഓഫാക്കി അതിനെ കൊണ്ടേ. കൊണ്ടോ. ഓ അന്തർമാനെ, ഇത് തുടങ്ങിയിട്ട് എത്ര കാലായി? അല്ല, ഇയാള് വീണ്ടും ഒന്നും മിണ്ടുന്നില്ലല്ലോ. എപ്പോഴാ തുടങ്ങിയെന്നാ ചോദിച്ചേ? 5-6 മാസമായി ഡോക്ടറെ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, മരുന്ന് തരാം. അല്ല, ഒന്നും വേണ്ട ഡോക്ടറെ. തലക്ക് പുരട്ടാൻ ഒരു മരുന്ന് തരാം. അല്ല, പറ്റൂല. ഈ വയസ്സുകാലത്ത് നമ്മളെ തലയിൽ ഒരു സിസേറിയൻ ചെയ്യാൻ പറ്റൂല. ബാലകൃഷ്ണ, ഇനി അറിയുള്ളേ, നമ്മൾ കൊണ്ടുപോയിക്കോ ഡോക്ടറെ. നമ്മളല്ല ഇങ്ങക്ക് തരൂല മോനെ. ടോക്കൺ നമ്പർ 3 കുഞ്ഞമ്പു.
എന്താ പേര്? പാറക്കണ്ടി കുഞ്ഞമ്പു. എന്താ കുഞ്ഞുമോന്റെ പ്രശ്നം? വയ്യ, ചുമ, പനി, പരവേശം. പിന്നെ ചക്കരക്കല്ലിലെ മുഹമ്മദ് ഡോക്ടറെ കാണിച്ചു. മൂപ്പര് പറഞ്ഞിട്ടാ ഈ സ്കാൻ എടുത്തത്. ദാ കണ്ടോളൂ സ്കാന്. ഓക്കെ ഓക്കെ ഓക്കെ, അത് പിന്നെ നോക്കാം. എത്ര കാലായി തുടങ്ങിയിട്ട്? മൂത്ത മോൻ ബാബുന്റെ രണ്ടാമത്തെ ചെക്കന്റെ മംഗലം കഴിഞ്ഞ അന്ന് തുടങ്ങിയതാ. അതിന് മൂപ്പരുടെ കല്യാണം എന്നെ അറിയിച്ചിട്ടില്ലല്ലോ, പിന്നെങ്ങനെ ഞാൻ അറിയുന്നേ? ശിവ ശിവ, അതും ശരിയാ. ഞാനെന്തൊരു മണ്ടത്തിലാ പറയണേ. ഈ അസുഖം തുടങ്ങേന്റെ പിറ്റേന്നാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാലന്റെ പെണ്ണ് ഒളിച്ചോട് പോയത്. കിട്ടണം, അവൻ അങ്ങനെ കിട്ടണം. ദുഷ്ടനാ, പരമ ദുഷ്ടൻ. ഇയാളെ കൊണ്ട് തോറ്റ്. മംഗലം, ഒളിച്ചോട്ടം. ബാലൻ. ശരി ശരി ശരി, ഞാൻ നോക്കട്ടെ. ഓക്കെ. ശരി, ഒന്ന് അടുത്തോട്ടിരിക്കുക, ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. അവിടെയല്ല ഡോക്ടറെ, ഇവിടെ. അവിടെ തന്നെ, അവിടെ നോക്കിക്കോളൂ. നിങ്ങളൊന്ന് അനങ്ങാതിരിക്കുക, ഞാൻ പരിശോധിക്കട്ടെ. അവിടെ അല്ലെന്നേ, എങ്ങോട്ടാ നോക്കണേ? ഇവിടെ. നിങ്ങളൊന്ന് അനങ്ങാതിരിക്കുക, ഞാൻ കൃത്യമായിട്ട് പരിശോധിക്കട്ടെ. ഓക്കെ, കുറച്ച് അങ്ങോട്ട് മാറിക്ക്, കുറച്ച് അങ്ങോട്ട് ഇരിക്കേ. നിങ്ങളുടെ ശ്വാസകോശത്തില് കഫക്കെട്ടുണ്ട്. ഇതിന് മരുന്ന് എഴുതരാം, അത് കഴിച്ചാൽ മതി. എന്താ പറയണേ? ശിവ ശിവ, ഇംഗ്ലീഷ് മരുന്നോ? പിടിക്കില്ല, ആയുർവേദം മതി. എനിക്കതാ ശീലം. ഒരു കാര്യം ചെയ്യ്, ഞാൻ കുറച്ച് കുഴമ്പ് തരാം, അത് കൊണ്ടുപോയിട്ട് ശ്വാസകോശത്ത് കൊണ്ടുപോയി തേക്ക്. കൃത്യമായിട്ട് പോയിക്കോളും. ഒന്ന് എഴുതിട്ട് പോയേ. ഡോക്ടറാണത്രേ. എന്താ കുഴമ്പോ? കുഴമ്പ്. ശിവ ശിവ കൃഷ്ണ. നാരായണൻ, എന്താ അസുഖം? എന്താ അസുഖം? അമ്മച്ചി ഗ്യാസ്. എടോ, തന്നെ നാറ്റിക്കാൻ വേണ്ടി ഞാൻ വന്നതാ. തന്നെ 2 വാക്ക് പറഞ്ഞ് ഈ നാട്ടു മൊത്തം നാറ്റിച്ചില്ലെങ്കിൽ നാരായണന്റെ പേര് നിന്റെ പട്ടിക്കിട്ടോ. അയ്യോ, എന്ത് പറ്റി നാരായണ? എന്താന്ന്, കഴിഞ്ഞ ആഴ്ച വന്നിട്ട് വയറ്റിന്ന് പോകുമ്പോ ചിന്തയുടെ വള്ളിമാരുള്ള സ്ഥലത്ത് വേദന എന്ന് പറഞ്ഞപ്പോ താൻ എന്നോട് എന്തോന്നാ പറഞ്ഞേ? തനിക്ക് മാനസികമാണെന്നല്ലേ? അതേടോ, എനിക്ക് മാനസികമാണേ. എന്നിട്ട് മാറിയില്ലേ? എന്നിട്ട് താൻ എനിക്ക് 2 ഗുളിക തന്നിട്ട് പറഞ്ഞു ഇത് കഴിച്ചാ മതിയെന്ന്. എന്നിട്ട് പോയില്ലടേ. മാറാനോ? എവിടെന്ന് മാറാൻ? പിന്നെ ഞാൻ ആ ജിമ്മി ഡോക്ടറെ കാണിച്ച്. പിന്നെ മൂപ്പര പറഞ്ഞ് കേന്ദ്രദ്വാരത്തിൽ പിസ്റ്റളാണെന്ന്. പിസ്റ്റലും റൈഫിളൊന്നും അല്ല, ഫിസ്റ്റൂല. പേരെന്തോ ആവട്ടെ, സംഭവ സ്ഥലം അവിടെ തന്നെ അല്ലേ? നിങ്ങളുടെ ഒരു മാനസികം. മനസ്സിന്റെ അസുഖത്തിന് മാനസികം എന്നല്ലാതെ പിന്നെ എന്താ പറയാ? പിന്നെ അവിടെയാണല്ലോ മനസ്സ്. ഞാൻ പോട്ടെ, 1/2 മണിക്കൂർ ഉപ്പ് വെള്ളത്തിൽ ഇരിക്കണമെന്നാ ജിമ്മി ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്റെ ഉപ്പേ അധികം ഇരിക്കണ്ട, ഉപ്പിലിട്ട മാങ്ങ പോലെ ആയി പോകും കേട്ടോ. ഓ, ഞാൻ സഹിച്ചോളാം, പോട്ടെ എന്റെ ഡോക്ടറെ. അയ്യോ, ഇരിക്കാൻ വയ്യേ. അയ്യോ. IMA സോഷ്യൽ സെക്യൂരിറ്റി സെക്രട്ടറി വന്നിട്ടുണ്ട്. ഓ, വരാൻ പറയൂ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് രമേശ്. വരൂ. സുഖല്ലേ? ഓ, സുഖായിരിക്കുന്നു സാർ. ഞാൻ ഓഫീസ് സമയത്ത് വന്നത് ഡിസ്റ്റർബൻസ് ആയോ? നോ, ഇല്ല. ഇരിക്കൂ. പറയൂ. ഡോക്ടർ, SSS സ്കീമില് വേണ്ടത്ര ആക്റ്റീവ് അല്ലാത്ത ബ്രാഞ്ചിൽ പോയി പ്രസിഡന്റുമാരെ കാണാൻ വന്നതാ. അത് മനസ്സിലായി. ഇവിടെ അല്പം പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ സ്കീമിലെ ചില കുഴപ്പങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞല്ലോ. അത് കാരണമാവും ഒരു അനക്കവും ഒന്നും ഇല്ലാത്തത്. കുഴപ്പമില്ല, ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ട് അടുപ്പിക്കാം മിസ്റ്റർ രമേശ്. അല്ല, പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈ വർഷത്തെ വരിസംഖ്യ വെച്ച് നമുക്കൊരു കളി കളിച്ചാലോ? പല ബ്രാഞ്ചിലും പോയി പലരെയും ഞാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട്. തൽക്കാലം ഒന്ന് മറച്ചാൽ 3 ഇരട്ടി ലാഭം കിട്ടും. 1 കൊല്ലം കൊണ്ട് തിരിച്ചടക്കാം. ലാഭം വീതിച്ചെടുക്കാം. അഥവാ പിടിച്ചാൽ തന്നെ തിരിച്ചടിച്ചാൽ മതി. IMA കേസിനൊന്നും പോവില്ല. അയ്യോ, അതിവിടെ നടക്കില്ല രമേശ്. ഞാൻ സമ്മതിച്ചാൽ നടക്കില്ല. IMA നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ചിലരുണ്ട് ഇവിടെ. അവരെ പറ്റിച്ചിട്ട് ഒരു ക്രമക്കേടും നടത്താൻ പറ്റൂല. PKG, നരേന്ദ്രൻ, പൊതുവാൾ തുടങ്ങി കുറെ പേർ. കൂടാതെ ഇവർക്കൊക്കെ IMA ബൈലോ മനപ്പാടമാണ്. അങ്ങനെയാണ് സാറേ. ഓക്കെ, എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങാം. ഓക്കെ, ഞാൻ വിളിക്കാം സാർ. ഓക്കെ രമേശ്. ഓക്കെ, ശരി. സാർ, തൽക്കാലം ഇപ്പൊ പേഷ്യന്റ് ഒന്നുമില്ല. പിന്നെ ദേവേന്ദ്രൻ എന്ന പേരുള്ള ഒരാൾ വന്നിട്ടുണ്ട്. റപ്പാണെന്ന് തോന്നുന്നു. നമസ്കാരം ഡോക്ടറെ, നമസ്കാരം.
ആ നമസ്കാരം. ഏത് കമ്പനിയുടെ ഉറപ്പാ? ഞാൻ ദേവേന്ദ്രൻ. ദേവലോകത്ത് ഡോക്ടറെ കാണാൻ വന്നതാ. അല്ല, ഈ പേനും ഷർട്ടൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്റെ ശരിക്കുള്ള വേഷമൊക്കെ ഞാൻ ഒന്ന് മാറ്റി അതിട്ട് വന്നു കഴിഞ്ഞാ നാട്ടുകാര് പിടിച്ച് ഗോപിനാഥൻ നമ്പ്യാരെയോ ശിവരാമകൃഷ്ണനെയോ ഒക്കെ കാണിക്കാൻ കൊണ്ടുപോകും. അതുകൊണ്ടാ പേനിട്ട് വന്നത്. ആട്ടെ, എന്താ അസുഖം? അസുഖമൊന്നുമില്ല ഡോക്ടറെ, വേറെ ചില കാര്യങ്ങളാ. IMA പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കളുടെ വിലപ്പെട്ട ഉപദേശങ്ങൾ കേൾക്കാൻ വേണ്ടി വന്നതല്ലേ? ആണോ? അതിനെന്താ, ചോദിച്ചോളൂ. അതെ ഡോക്ടറെ, ദേവലോകത്ത് തിരഞ്ഞെടുപ്പ് നടന്നിട്ട് കുറെ കാലമായി. വോട്ടർ പട്ടിക തയ്യാറാക്കാൻ കുറെ ശ്രമിച്ചെങ്കിലും ഒന്നും നടക്കുന്നില്ല. ഒരു കാര്യം ചെയ്യാം. IMA വോട്ടർ പട്ടിക തയ്യാറാക്കിയ എല്ലാ വിശദാംശങ്ങളും അടങ്ങിയ ഫയലാണിത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ ഫയൽ കൊണ്ടുപോയിക്കോ. കൃത്യമായി നോക്കിയാൽ എല്ലാം മനസ്സിലാവും. വളരെ നന്ദി. പിന്നെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇനിയും പ്രശ്നമുണ്ടോ? എന്താ അത്? അതെ, അസുരന്മാരുമായുള്ള അതിർത്തി തർക്കം. കേസും കൂട്ടും വക്കാനും മൊത്തം പ്രശ്നത്തിലാ. അല്ല, ഇവിടെ കണ്ണൂർ IMAയിൽ ദശാബ്ദങ്ങളായി കേസും കൂട്ടും ഒക്കെ ആയിരുന്നല്ലോ. അതൊക്കെ നിങ്ങൾ എങ്ങനെയാ കോംപ്ലിമെന്റ്സ് ആക്കിയത്? അക്കാര്യം ചോദിക്കാൻ പറ്റിയ കുറച്ച് സീനിയർ ഡോക്ടേഴ്സ് കണ്ണൂർ IMAയിലുണ്ട്. നിയമം അരച്ച് കലക്കി കുടിച്ചവർ. വക്കീലന്മാരെ വരെ അങ്ങോട്ട് നിയമം പഠിപ്പിക്കും. അതെ ഡോക്ടറെ, ഈ ഉപകാരത്തിന് ഞാൻ എന്താ അങ്ങേക്ക് തരേണ്ടത്? പോകുമ്പോ IMA കണ്ണൂരിന്റെ ബ്രാഞ്ചിലേക്ക് ഒരു സംഭാവന കിട്ടിയാൽ കൊള്ളാമായിരുന്നു. കാരണം പുതിയ ബിൽഡിംഗ് ഒക്കെ ഒരു പ്ലാനിങ്ങിലുണ്ടേ. ഓഹോ, അതൊക്കെ സന്തോഷമുള്ള കാര്യല്ലേ. എന്തായാലും ബിൽഡിംഗ് ഫണ്ടിലേക്ക് ഞാൻ ദേവലോകത്തിന്റെ വകയായിട്ട് 1 കോടി രൂപ സംഭാവനയായിട്ട് തരാം. മാത്രമല്ല, ചെക്ക് എത്രയും പെട്ടെന്ന് ഞാൻ ചെയ്യാം. 1 കോടി രൂപയോ? അതെ, 1 കോടി രൂപ തന്നെ. എന്നാ പോകട്ടെ ഡോക്ടറെ. വളരെ ഉപകാരം. സിസ്റ്ററെ 1 കോടി. കണ്ണൂർ IMAക്ക് 1 കോടി. ഒരു കോടി. അയ്യോ, 1 കോടി. IMAക്ക് 1 കോടി. അയ്യോ, 1 കോടി. സാറെന്താ വിളിച്ചു എണീക്കാത്തത്? സാറേ, നമസ്കാരം മേഡം. ഞാൻ സാറിന്റെ ഹോസ്പിറ്റലിൽ PR സാറെ ഫോണിൽ വിളിച്ചെടുത്തില്ല, അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. ഹോസ്പിറ്റലാണെങ്കിൽ പേഷ്യന്റ് ക്യൂ നിൽക്കുക. കുറച്ചു മുമ്പ് എഴുന്നേൽപ്പിച്ചതാ, ഇപ്പൊ വീണ്ടും ഉറങ്ങി. സാറെന്താ വല്ലാത്ത ഉറക്കം? വല്ല മരുന്നും കഴിച്ചോ? ഉറക്കമരുന്നല്ല, മണ്ണാങ്കട്ട. ഇന്നലെ ആ സത്യേന്ദ്രനും നന്ദകുമാറും ജിമ്മിയും കൂടി മാഹിയിലെ എന്തോ മീറ്റിങ്ങിനാന്നും പറഞ്ഞു കൊണ്ടുപോയതാ. വന്ന മുതൽ ഇങ്ങനെ. ആ മീറ്റിംഗ് മാഹിയിൽ എല്ലാ മാസവും ഉണ്ടാകുന്നതാ. അതെ മേഡം, കൂടെ ജിമ്മി സാർ ഉണ്ടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാര്യം പോക്കാ. രാത്രി മുഴുവൻ ഉറക്കത്തില് ദേവേന്ദ്രൻ IMAക്ക് 1 കോടി കിട്ടി. മുഖത്ത് വെള്ളം തളിക്കലേ രക്ഷയുള്ളൂ. IMAക്ക് 1 കോടി. 1 കോടി IMAക്ക്. നിങ്ങളാരാ? നിങ്ങൾക്ക് ആരാ? അയ്യോ, ഇത് സ്വപ്നമായിരുന്നോ? 1 കോടി, അത് സ്വപ്നമായിരുന്നു. ഒരു ദേവേന്ദ്രനും പണമൊന്നും തരില്ല. ഡോക്ടറായ മര്യാദയ്ക്ക് പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കാന്നോ? അല്ലാതെ ദേവേന്ദ്രന്റെ ബാക്കിൽ നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവളുടെ അച്ഛൻ എന്ന നിലയിലല്ല, ഒരു വയസ്സൻ പറയുന്നതാണെന്ന് കരുതിയാ മതി. അവനവന്റെ തൊഴിലിൽ 100% അർപ്പണബോധത്തോടെ തൊഴിൽ ചെയ്താൽ അതു മതി ജീവിതത്തിൽ സമൃദ്ധിക്കും സമാധാനത്തിനും. നമസ്കാരം. ദേവഗുരുവായ ബൃഹസ്പതിയായല്ല, നിങ്ങളിൽ ഒരാളായി ഈ കണ്ണൂർ IMA അംഗമായ ഡോക്ടർ ഗോപിനാഥൻ നമ്പ്യാരായാണ് ഞാൻ സംസാരിക്കുന്നത്. വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള കൂട്ടായ്മയും കൂടിച്ചേരലുകളും ദൃഢതരമാക്കുന്ന നമ്മുടെ സൗഹൃദവും സ്നേഹബന്ധവും എന്നും പൂത്തുലയട്ടെ.